ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കട്ടമരം സ്പെഷ്യൽ. ഇത് മീനും പ്രോൺസും കണവയും മിക്സ് ചെയ്താണ് തയ്യാറാക്കുന്നത്. നമുക്കിതിന്റെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ പരിചയപ്പെടാം. കൊഞ്ച് 4 എണ്ണം, നെയ്മീൻ 200 ഗ്രാം, കണവ 200 ഗ്രാം, വെളുത്തുള്ളി അരിഞ്ഞത് 3 സ്പൂൺ, സവാള അരിഞ്ഞത് 100 ഗ്രാം, വറ്റൽമുളക് ആവശ്യത്തിന്, ചെറിയ ഉള്ളി 50 ഗ്രാം, തക്കാളി അരിഞ്ഞത് 3 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, വെളിച്ചെണ്ണ 9 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 6 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 6 സ്പൂൺ, ബോയിൽഡ് റൈസ് 5 സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം, കടുക് 2 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 2 സ്പൂൺ. നമുക്ക് ഇനി ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫിഷിന്റെ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 50 ഗ്രാം ചെറിയ ഉള്ളിയിട്ട് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ സവാള അരിഞ്ഞതൊട്ട് ഒന്നുകൂടെ വഴറ്റിയിട്ട് 3 സ്പൂൺ തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കുക. ഈ കൂട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ടിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി ഫിഷ് മസാല തയ്യാറാക്കാം. ഫിഷ് മസാല തയ്യാറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നെയ്മീൻ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അതിനുശേഷം അതിലേക്ക് 3 ടീസ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്മീൻ മസാല റെഡി. അടുത്ത സൈഡായിട്ട് കണവത്തോരൻ തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽ മുളക്, 1 സ്പൂൺ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 1 സവാളയുടെ പകുതി കൂടിയിട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 200 ഗ്രാം കണവ കൂടെയിട്ട് ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെക്കാം. ഇതിലേക്ക് ഇനി 3 സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെള്ളം വറ്റി വരുമ്പോൾ കണവത്തോരൻ റെഡിയാകും. ഇനി അടുത്തത് കൊഞ്ച് ഫ്രൈ റെഡിയാക്കാം. ആദ്യം ഒരു പ്ലേറ്റിൽ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് 4 കൊഞ്ചെടുത്ത് പുരട്ടുക. അടുപ്പിൽ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും മസാല പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ കൊഞ്ച് ഫ്രൈയും റെഡി. ഇനി നമുക്ക് കട്ടമരം സ്പെഷ്യലിലെ കോക്കനട്ട് റൈസ് റെഡിയാക്കാം. അതിനായി അടുപ്പിൽ ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ആവശ്യത്തിന് വറ്റൽമുളക്, കറിവേപ്പില, 3 സ്പൂൺ തേങ്ങ ചിരകിയിട്ട് ഇളക്കുക. ഇതിലേക്ക് 5 സ്പൂൺ പച്ചരിച്ചോറ്, ആവശ്യത്തിന് ഉപ്പ്, 3 സ്പൂൺ തേങ്ങാപ്പാല് കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ കോക്കനട്ട് റൈസും റെഡി. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ കട്ടമരം സ്പെഷ്യൽ റെഡി. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡിഷാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.